വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 8 5th ആണ്. ഓക്കെ, അതുവരെ ഉള്ളത് മിസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മിസ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് 27p³ മൈനസ് 1/216 മൈനസ് 9/2p² പ്ലസ് 1/4p. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ മിസ് പറഞ്ഞു തന്നിരിക്കുന്നത് ഏത് ഐഡൻറ്റിറ്റി ആണ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ളത്. ആദ്യത്തെ രണ്ട് നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഓക്കെ, അതേപോലെ ദേ ഇവിടെ മൈനസ് സൈനും ലാസ്റ്റ് കൊണ്ടുവന്ന് പ്ലസ് സൈനും ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടുള്ള ഐഡൻറ്റിറ്റി ഏതാണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3x² വൈ പ്ലസ് 3xy². കണ്ടില്ലേ? ഇതാ നോക്കേ, ആദ്യത്തെ രണ്ട് നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സ് ആണ് വരേണ്ടുള്ളത്, മൈനസ് സൈൻ ആണ് വരേണ്ടുള്ളത്, ലാസ്റ്റ് പ്ലസ് സൈൻ ആണ്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മിസ് പറഞ്ഞു ആദ്യത്തേതൊക്കെ ക്യൂബ് നമ്പേഴ്സ് ആണെന്ന്. 27 എന്തിൻ്റെ ക്യൂബാണ്? 3യുടേത് അല്ലേ. p³ എന്ന് പറയുമ്പോൾ p-യുടെ ക്യൂബ്. അപ്പം നിങ്ങൾ ആരും ഈ എഴുതുന്ന സമയത്ത് ദേ 3p³ ഇങ്ങനെ എഴുതരുത്, ഇത് തെറ്റാണ്. എല്ലാ വീഡിയോസിലും മിസ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ക്യൂബ് ഇടുമ്പോൾ ദാ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് മൈനസ് 1 എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യൂബാണ്? 1ൻ്റെ ക്യൂബ് ബൈ 216 വലിയൊരു നമ്പറാണ്. അപ്പോൾ എന്തിൻ്റെ ക്യൂബാണെന്നുള്ളത് ഡൗട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 216. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2 1s are 2. ഇവിടെ 1 ആണ്. അപ്പോൾ 2-നെക്കാട്ടി സ്മോളസ്റ്റ് നമ്പറാണ് 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ 0 കൊടുക്കുക. അതിനുശേഷം ഈ 1 6നോടൊപ്പം ജോയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താവും? 16. 2ൻ്റെ ടേബിൾസിൽ എത്ര ടൈംസ് ആണ് 16 ഉള്ളത്? 8. മിക്ക കുട്ടികളും ഇവിടെ 18 എന്നായിരിക്കും എഴുതി വെക്കുന്നത്. അങ്ങനെ അല്ല, നമ്മൾ 2 1s are 2 എഴുതിയിട്ട് പിന്നെ 1 മാത്രമായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. എപ്പോഴും ഓരോരോ നമ്പേഴ്സ് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ 16 എന്നല്ല എടുക്കേണ്ടുള്ളത്, 1 എന്നാണ് എടുക്കേണ്ടുള്ളത്. അപ്പോൾ 2-ൽ 1 2-നെക്കാട്ടും ചെറുതായതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ 6നോടൊപ്പം 1 ജോയിൻ ചെയ്ത് എടുക്കേണ്ടുള്ളത്. ക്ലിയർ? ഇനി വീണ്ടും നമുക്ക് 2ൻ്റെ ടേബിൾസ് വെച്ചിട്ട് നോക്കാം. 2 5s are 10. 2 4s are 8. വീണ്ടും 2ൻ്റെ ടേബിൾസിൽ 2 2s are 4. ബാലൻസ് എന്തുണ്ട്? 1. അപ്പോൾ ഇതെന്തായി? 14. ദെൻ 2 7s are 14. ദെൻ 3 9 3s are 27. 3 3s are 9. 3 1s are 3. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 216 എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 2 × 3 × 3 × 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 എണ്ണത്തിൽ നിന്നും ഒരു 2 പുറത്തെടുക്കണം, അടുത്ത 3 എണ്ണത്തിൽ നിന്നും ഒരു 3 പുറത്തെടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? 2 × 3 6. അപ്പോൾ 216 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ ക്യൂബാണ്? 6ൻ്റെ. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബ് അറിഞ്ഞുകൂടെങ്കിൽ ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് തന്നെ 3 എണ്ണത്തിൽ നിന്ന് വേണം ഒരെണ്ണത്തിന് നമ്മൾ പുറത്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 6. അപ്പോൾ നമുക്ക് എഴുതാം 1/6. ഇനി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതേപോലെ ക്യൂബ് കൊടുക്കുക. ദെൻ മൈനസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കാൻ പാടില്ല, നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ബാലൻസ് എന്താണോ അതിനനുസരിച്ച് ഇതും ഇതും നോക്കി വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എക്സും വൈയും വേണം. എക്സ് എന്ന് പറയുന്നത് ആരെയെ കൺസിഡർ ചെയ്യേണ്ടുള്ളത്? 3p-ന്. വൈ എന്ന് പറയുമ്പോൾ ആരെയെ കൺസിഡർ ചെയ്യേണ്ടുള്ളത്? 1/6-ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 3 × x എന്ന് പറയുന്നത് 3p ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുക. ഇൻറ്റു y എന്ന് പറയുന്നത് എന്താണ്? 1/6 പ്ലസ് ഓക്കെ, അടുത്ത എന്താണ്? 3xy². അപ്പോൾ 3 × എക്സിൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 3p ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 1/6. അതിൻ്റെ എന്താണ്? സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതും റെഡിയായി. ഇസ് ഈക്വൽ ടു. ഇനി ഇത് ഇൻറ്റു ചെയ്ത ആൻസർ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഇത് ഇൻറ്റു ചെയ്താൽ നമുക്കിത് ഈ മുകളിൽ കിടക്കുന്നത് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടുള്ളത് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഈ ഒരു ഫോമിലോട്ടാക്കി മാറ്റുക, ഷോർട്ടസ്റ്റ് ഫോമിലോട്ടാക്കി മാറ്റുക. അപ്പോൾ എക്സ് ആരാണ്? 3p. ദെൻ മൈനസ് വൈ ആരാണ്? 1/6 അതിൻ്റെ ക്യൂബ്.
എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഇത് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 3p മൈനസ് 1/6 ഇൻറ്റു 3p മൈനസ് 1/6 ഇൻറ്റു 3p മൈനസ് 1/6. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. പിടികിട്ടി? അപ്പോൾ എൻ്റെ മക്കൾസിന് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടുള്ളതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.